ഹായ് ഓൾ, പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കുറച്ച് വിശേഷങ്ങളുള്ള ദിവസമാണ്, അതവിടെ നിൽക്കട്ടെ. ഇന്നിപ്പം ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഒരു വളരെ വേണ്ടപ്പെട്ട ഒരു ഫ്രണ്ട്, അവൾ കുറച്ച് നാളായിട്ട് നാട്ടിൽ ചില സാങ്കേതിക കാരണങ്ങളാൽ നാട്ടിൽ കുറച്ച് അധികം നാളെ നിൽക്കേണ്ടി വന്നു. അവളുടെ കുഞ്ഞു മോളൊക്കെ ആയിട്ട്. മോൾക്കിപ്പോൾ 10 മാസം പ്രായമുള്ളൂ. അപ്പോൾ അവൾ എനിക്കൊന്ന് 6 months ഒക്കെ ആയപ്പോഴത്തേക്ക് പോയതാണ് മോൾക്ക് ചോറ് കൊടുക്കാനും അങ്ങനത്തെ ചോറൂണിൻ്റെ പരിപാടി ഗുരുവായൂരൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ അങ്ങനെ പോയതാണ്. പിന്നെ ചില പ്രത്യേക കാരണങ്ങൾ കൊണ്ട് അവൾക്ക് പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറ്റിയില്ല. അപ്പം നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു അവൾ തിരിച്ചു വരാൻ വേണ്ടിയിട്ട്. അപ്പം അവൾ ഇന്ന് തിരിച്ചു വരുന്ന ദിവസമാണ്. അപ്പം ഇവിടുത്തെ ഒരു 4:30 ആകുമ്പോഴാണ് അവൾ ലാൻഡ് ചെയ്യുന്നത്. ഇപ്പോൾ 3:45. പിന്നെ ബാഗൊക്കെ എടുത്ത് വരുമ്പം കുറച്ചൊരു 30 മിനിറ്റ് തൊട്ടൊരു 1 hour വരെ ടൈം എടുക്കുമായിരിക്കും. അപ്പം ഇവിടുന്ന് ഒരു 4:30 ഒക്കെ ആകുമ്പം ഞങ്ങൾ 2 പേരും, ഞാനും നീതും കൂടെ അവളെ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അവൾക്ക് അറിഞ്ഞുകൂടാ ഞങ്ങൾ ചെല്ലുന്ന കാര്യം. അപ്പോൾ സർപ്രൈസായിട്ട് ഞങ്ങൾ അവിടെ വരെ പോകാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിനു മുമ്പ് എനിക്ക് അവൾക്ക് വേണ്ടിയിട്ടൊരു ഫ്ലവർ ബൊക്കെയും പിന്നെ ഒരു ബലൂണും ഒക്കെ സംഘടിപ്പിക്കാമെന്ന് വിചാരിച്ചാണ് ഇരിക്കുന്നത് അവളെ റിസീവ് ചെയ്യാൻ പോകുമ്പോൾ. അപ്പം നീതു വന്നിട്ട് എന്നെ പിക്ക് ചെയ്യും, എന്നിട്ട് ഞങ്ങൾ ഒന്നിച്ചാണ് പോകുന്നത്. അപ്പം അതിന് മുമ്പായിട്ട് ഞാൻ പോയിട്ട് ഈ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് HEBയിലാണ് പോകുന്നത്. HEB എന്ന് പറഞ്ഞ സ്റ്റോറിലാണ് പോകുന്നത്. അപ്പം അവിടെ ചെന്നിട്ട് ബൊക്കെയും ബലൂൺസും കയറുമ്പം എൻട്രൻസിൽ തന്നെ ഉണ്ട്, അതുകൊണ്ട് അധികം കറങ്ങേണ്ടി വരത്തില്ല. അപ്പോൾ പെട്ടെന്ന് തീർത്തിട്ട് ഞാൻ വീട്ടിൽ വന്നിട്ട് വെയിറ്റ് ചെയ്തിരിക്കണം. കാരണം നീതു ഇങ്ങോട്ടേക്കാണ് വരുന്നത് എന്നെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം അവിടെ ചെന്നിട്ട് കാണിച്ചു തരാം. പല തരത്തിലും നിറത്തിലും വില കൂടിയതും കുറഞ്ഞതും ഒക്കെയായ ബൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. ഈ ബൊക്കെ നമ്മൾ വാങ്ങുമ്പോൾ ഇതിൻ്റെ പ്ലാസ്റ്റിക് റാപ്പിൽ തന്നെ ഒരു ഫ്ലവറിൻ്റെ ഫുഡ് മിക്സ് അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടാകും ഒരു ചെറിയ പാക്കറ്റിൽ. ഈ വീഡിയോയിൽ ഞാനത് കാണിക്കാൻ വിട്ടുപോയി. ആ ഫ്ലവർ ഫുഡ് എന്തിനാന്ന് വെച്ചാൽ, നമ്മളിത് വീട്ടിൽ കൊണ്ടുപോയി ഫ്ലവർ വേസിനുള്ളിൽ വെക്കുമ്പോൾ ആ വേസിൽ ഒഴിച്ചു വെക്കുന്ന വെള്ളത്തിൽ ഈ ഫ്ലവർ ഫുഡ് മിക്സ് ചെയ്തിട്ട് ഫ്ലവർ ഇട്ട് വയ്ക്കും. ഈ ഫ്ലവേഴ്സിന് വേണ്ട ന്യൂട്രിയൻസിൻ്റെ മിക്സാണിത്. ഈ ഫ്ലവേഴ്സ് നമ്മൾ കൂടുതൽ നാൾ ഹൈഡ്രേറ്റഡ് ആയിട്ടും ഫ്രഷ് ആയിട്ടും വേസിൻ്റെ ഉള്ളിൽ വയ്ക്കാൻ അത് നമുക്ക് ഹെൽപ്പ് ചെയ്യും. ഈ ഫ്ലവർ ഫുഡ് പാക്കറ്റ് അവർ ഒരു ബോക്സിലാക്കി ഒന്നിച്ച് അവിടെ വെച്ചിട്ടുണ്ടാവും. ഒരു ബൊക്കയുടെ ഒപ്പം അവർ ഒരു പാക്കറ്റ് അറ്റാച്ച്ഡ് ആണ് ഓൾറെഡി. നമുക്കിനി എക്സ്ട്രാ ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല, നമുക്ക് ആവശ്യമുള്ളത്ര പൗഡറിൻ്റെ പാക്കറ്റ്സ് അവിടെ നിന്ന് എടുക്കാൻ പറ്റും. ഈ 2 ബൊക്കെ എനിക്ക് ഇഷ്ടമായിട്ടുണ്ട്. അപ്പം നീതുവിനൊരു ഫോട്ടോ അയച്ചു കൊടുത്തിട്ട് ഇതിലേത് പിക്ക് ചെയ്യണമെന്ന് ചോദിച്ചു നോക്കാം. ഇത് 2 നല്ല ഭംഗിയുണ്ട് കാണാൻ. അവളോടൊന്ന് ചോദിച്ചു നോക്കട്ടെ. ഇത് കണ്ടോ, ഒരു റോസും അതിനൊപ്പം ബീഡ്സ് പോലെയുള്ള ഒരു ഫ്ലവറിൻ്റെ ചെറിയൊരു ബഞ്ചും കൂടെ വെച്ചിട്ട് എത്ര ഭംഗിയായിട്ട് അത് അവർ വെച്ചിരിക്കുന്നതെന്ന്. ഇതും ഉണ്ട്, പല കളേഴ്സിൽ അവൈലബിൾ ആണ് കേട്ടോ. ഇനി റോസ് മാത്രം മതിയെന്നുണ്ടെങ്കിൽ അങ്ങനെയും ഉണ്ട് കേട്ടോ. റോസിൻ്റെ മാത്രം ബൊക്കെയുണ്ട് പല കളേഴ്സിൽ. ഓക്കെ, ഈ ബൊക്കെ വാങ്ങി, ഈ വെൽക്കം ബാക്ക് എന്നുള്ള ബലൂണും വാങ്ങിയിട്ടുണ്ട്. ഇനി ബില്ല് ചെയ്തിട്ട് ഇറങ്ങാൻ പോകും. ഇവിടെ ഇപ്പം പംകിൻ സീസൺ ആയിട്ടുണ്ട്. അപ്പം പല കളറിലുള്ള, പല തരത്തിലുള്ള, പല ഷേപ്പിലുള്ള പംകിൻസ് വന്നിരിപ്പുണ്ട്. ഞാനിവിടെ വെൽക്കം ബാക്ക് ബലൂണൊക്കെ വാങ്ങി. ഈ ബൊക്കെയാണ് വാങ്ങിയിരിക്കുന്നത്. ലാൻഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പം ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങുമ്പം എന്തായാലും കുറച്ച് സമയം എടുക്കും. ഞങ്ങൾ എന്തായാലും കണ്ടിട്ടേ വരുന്നുള്ളൂ. അപ്പം ഒന്നെങ്കിൽ എയർപോർട്ടിൽ തന്നെ ചെന്ന് കാണാം. പാർക്കിംഗ് ഒക്കെ ബുദ്ധിമുട്ടായതുകൊണ്ട് അവിടെ നമുക്ക് അധിക സമയം പാർക്ക് ചെയ്തിട്ടിരിക്കാൻ പറ്റില്ല. അപ്പം ഇനിയും ഇൻ കേസ് ഞങ്ങൾ ലേറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്ലാൻ ചെറുതായിട്ടൊന്ന് മാറ്റും. അവളുടെ വീട്ടിൽ തന്നെ നമ്മൾ ചെന്ന് നിൽക്കാം എന്ന് വിചാരിക്കുന്നു. അപ്പം എന്തായാലും ഇന്ന് അവളെ കണ്ടിട്ടേ ഞങ്ങൾ വരുള്ളൂ. അപ്പം അതാണ് പ്ലാൻ. അപ്പം സോ എക്സൈറ്റഡ്. നമുക്ക്
അവളെ ഒത്തിരി മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. കുറേ നാളുകളായല്ലോ ഇപ്പോൾ പോയിട്ട്. അപ്പം അവൾ ഭയങ്കര സ്പെഷ്യൽ പേഴ്സണാണ്. അപ്പം എനിക്കാണേലും നീതുവിനാണേലും ഒക്കെ. ഞങ്ങൾ കാറ് പാർക്ക് ചെയ്തത് ഗരാജിലാണ് കേട്ടോ. അതാകുമ്പോൾ നമുക്ക് തിരക്ക് വെച്ച് കാർ എടുത്ത് പോകേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല. ഗരാജ് എന്ന് പറഞ്ഞാൽ കവേർഡ് ആയിട്ടുള്ള പാർക്കിംഗ് സ്പേസ് ആണ്. ഇവിടെ പാർക്ക് ചെയ്യാൻ ചെറിയൊരു എമൗണ്ട് നമ്മൾ പേ ചെയ്താൽ മതിയാവും. ഒരു ഫ്ലോർ മാത്രമല്ല ഗരാജ് കേട്ടോ, ഒന്നിൽ കൂടുതൽ നിലകളുണ്ട്. ഇവിടെ ലിഫ്റ്റുമുണ്ട്, ടെർമിനലിലേക്കുള്ള ആക്സസും ഒക്കെ ഉണ്ട്. നമുക്ക് ഇതിനുള്ളിൽ കൂടെ തന്നെ നടന്ന് ടെർമിനലിലേക്ക് പോകാനൊക്കെ പറ്റും. എക്സൈറ്റഡ്. അതൊറ്റ ബലൂണേ ഉണ്ടായിരുന്നുള്ളൂ. ഫ്രിഡ്ജ് എവിടെയാ? ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഞങ്ങൾ ഈ ചേട്ടനെ ഫോളോ ചെയ്യുവാണെന്ന്. പക്ഷേ അല്ല കേട്ടോ, ആരെയോ കണ്ടിട്ട് രോഹിണിയാണെന്ന് തെറ്റിദ്ധരിച്ച് പോകുന്ന പോക്കാണ്. രോഹിണിയാണോ? അല്ലടി, അല്ലത് രോഹിണിയല്ല. ഇവിടെ നാട്ടിലെ പോലെ അല്ല കേട്ടോ. നമുക്ക് പാസ്പോർട്ടും വിസയും ടിക്കറ്റും ഒന്നും ഇല്ലാതെ തന്നെ എയർപോർട്ടിൻ്റെ ഉള്ളിൽ കയറാം. ആരെങ്കിലും യാത്ര അയക്കാനുണ്ടെങ്കിൽ ബാഗ്സ് ചെക്ക് ഇൻ ചെയ്യുന്ന സ്ഥലം വരെ പോകാം, അവരെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യാം. തിരിച്ചു വരുമ്പോഴും അതേപോലെ തന്നെയാണ്. ബാഗേജൊക്കെ എടുക്കുന്ന സ്ഥലം വരെ നമുക്ക് പോകാൻ പറ്റും. വെൽക്കം ബാക്ക്. നവ്യക്കുട്ടി വാശിയും വഴക്കും ഒന്നുമില്ലാത്ത നല്ല ഹാപ്പി ബേബി ആട്ടോ അവള്.
5 മാസമായി ഇന്ത്യയിലായിരുന്നതുകൊണ്ട് കാർ സീറ്റിലേക്കുള്ള തിരിച്ചുവരവ് അവൾക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇവിടെ വേറെ ഓപ്ഷൻ ഇല്ലല്ലോ, കുട്ടികൾ കാർ സീറ്റിൽ ഇരുന്നേ പറ്റൂ. അതിനുശേഷം ഞങ്ങൾ അധികം വൈകിച്ചില്ല കേട്ടോ, യാത്ര പറഞ്ഞ് പിരിഞ്ഞു. വീണ്ടും കാണാനുള്ളതല്ലേ. പിന്നെ അപ്പോൾ ബൈ നീതു, താങ്ക് യു. എത്ര സമയം ഒരുമിച്ചുണ്ടായാലും യാത്ര പറഞ്ഞു കഴിഞ്ഞാലും വീണ്ടും ഒരു 5 മിനിറ്റ് കൂടെ കത്തി വെച്ചിട്ടേ നമ്മൾ പിരിയും. അതെന്തോ ഒരു ശീലമാണ് കേട്ടോ. ആള് പോയി. ഇത് ഞാൻ ഒറ്റയ്ക്ക് സംസാരിക്കുന്നതല്ല കേട്ടോ. പോയിട്ട് വന്നതിൻ്റെ വിശേഷങ്ങളൊക്കെ ഏട്ടൻ അവിടെ നിന്ന് ചോദിക്കുന്നുണ്ട്. അതിനുള്ള മറുപടിയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പം പരിപാടിയൊക്കെ കഴിഞ്ഞു. രോഹിണിയെ കണ്ടു. നമ്മളങ്ങനെ സർപ്രൈസ് ആയിട്ട് അവളെ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയി. അപ്പം അവൾക്ക് നല്ല ഹാപ്പി ആയിട്ടോ. അങ്ങനെ ഞങ്ങളതൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് പതുക്കെ നീതു എന്നെ കൊണ്ടുവന്ന് ഡ്രോപ്പ് ചെയ്തിട്ട് അവൾ പോയി. അപ്പം അങ്ങനെ ഇന്നത്തെ പരിപാടി കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ പ്രത്യേകിച്ച് ഒന്നുമില്ല. ചുമ്മാ എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്നൊരു മൂവിയൊക്കെ കാണും, അത്രയൊക്കെ ഉള്ളൂ. പ്രത്യേകിച്ച് പരിപാടീസ് ഒന്നുമില്ല. ഓക്കെ, അപ്പം വീണ്ടും കാണുന്നവരെ ബൈ.